ഈ ഉന്നയിച്ച കാര്യങ്ങൾക്ക് ഒരിക്കൽ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ വിശദമായി മറുപടി പറയുണ്ടായി. പക്ഷെ അദ്ദേഹം ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീണ്ടും അതേ കാര്യം പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് RSSന്റെ അതിഥിയായി സർസംഘചാലകന്റെ ജന്മശതാബ്ദിയിൽ പങ്കെടുത്തത് എന്ന വിമർശനത്തിന് മാത്രം മറുപടിയില്ല. ഇത് എന്ത് മറുപടിയാണ്? അതാണോ ഇതിന്റെ മറുപടി? അല്ല, ഞാൻ ഇതിന്റെ മറുപടി പറയായിരുന്നു. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയായിരുന്നു. അപ്പോ മറ്റേ സഹിക്കോ വയ്യാതെ നിങ്ങൾ എടുത്തു ചാടിയിട്ട് ചോദിക്കുകയാണ് ഈ ഇത് കുത്തിക്കൊടുത്തത് എന്ന് മറുപടി ഇല്ലേ ചോദിക്കാണ്. ഞാൻ നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയും. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നമേ വേണ്ട. എനിക്കാണെങ്കിൽ ഇന്നൊരു അല്പസമയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിന് എന്തായാലും മറുപടി പറഞ്ഞിട്ട് നമുക്ക് പോകാം. അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു വരികയായിരുന്നു. ഞാൻ പറഞ്ഞത് ഇതിന് വിശദമായ ഒരു മറുപടി നിയമസഭയിൽ മുമ്പ് പറഞ്ഞിരുന്നു. എന്നിട്ടും അത് ആവർത്തിക്കുകയാണ്. പക്ഷെ ആ ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തും പറയാം. അദ്ദേഹത്തിനെതിരായി ഉയർന്ന വിമർശനത്തിന് ഒരു വരിയില്ല, ഒരക്ഷരമില്ല, മറുപടിയില്ല. അപ്പൊ അതിന് മറുപടി ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് ഒരു ചോദ്യമായി നിൽക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ, പലതവണ മറുപടി പറഞ്ഞ കാര്യങ്ങൾ, എന്നിട്ടും നിങ്ങൾ ചിലർക്കൊക്കെ ഇപ്പോഴും അത് മറുപടി ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പറയാം. പച്ച കള്ളമാണ് അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. 77-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 77-ലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, അന്നത്തെ സഖ്യം എങ്ങനെയായിരുന്നു, ധാരണ എങ്ങനെയായിരുന്നു, ചരിത്രബോധത്തിന്റെ കണികയുള്ള ഏതൊരാൾക്കും അറിയാം. 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനാധിപത്യ അവകാശങ്ങളെല്ലാം തുറങ്കിലടക്കപ്പെടുന്നു. 3 ലക്ഷം ആളുകൾ അന്ന് ഇന്ത്യയിൽ ജയിലിലടക്കപ്പെട്ടു എന്നാണ് കണക്ക്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നമുക്ക് അതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകണ്ട. അത്തരമൊരു ഘട്ടത്തിൽ ഈ രാജ്യമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തുറങ്കിലടക്കപ്പെട്ട ബുൾഡോസർ രാജിന്റെ ഒരു കാലത്ത്, ഇന്ത്യയിലെ ജയിലുകൾ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു കാലത്ത്, അവസാനം അടിയന്തരാവസ്ഥ പിൻവലിച്ച ഘട്ടമായപ്പോൾ ജയപ്രകാശ് നാരായണന്റെയും മറ്റും ആഹ്വാനപ്രകാരം പ്രതിപക്ഷമെല്ലാം ഒരുമിക്കണം എന്ന ആഹ്വാനം ഉണ്ടായി. ആ ആഹ്വാനത്തിന്റെ ചുവട് പിടിച്ച് അന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. ഏതൊക്കെ പാർട്ടി? ഭാരതീയ ലോക്ദൾ, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഇതൊക്കെ അന്ന് പിരിച്ചുവിട്ടു. എന്നിട്ട് രൂപീകരിച്ചതാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ ജനസംഘവും പിരിച്ചുവിട്ട് അതിൽ ചേർന്നു. അതാണ് വസ്തുത. ജനസംഘം ഉൾപ്പെടെയുള്ള, സ്വതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള, സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനാ കോൺഗ്രസും ഭാരതീയ ലോക്ദളും എല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ച് പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് ജനതാ പാർട്ടി. ഭാരതീയ ലോക്ദളിന്റെ ചിഹ്നമാണ് കലപ്പയേന്ത്യ കർഷകനാണെന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉപയോഗിച്ചത്. എന്നാൽ CPIM ആ പാർട്ടിയിൽ ചേരാനോ പിരിച്ചുവിടാനോ പോയില്ല. പക്ഷേ ജനതാ പാർട്ടിയുമായി സഹകരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. അത് 77-ലെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ 77-ൽ ജനതാ പാർട്ടി എന്ന് പറയുന്നത് മതനിരപേക്ഷ സ്വഭാവത്തോടു കൂടി നിലനിന്നൊരു പാർട്ടിയാണ്. അധികം കഴിയുന്നതിന് മുൻപ് അതിലുള്ള ചില ആളുകൾ RSSുമായി ബന്ധം പുലർത്തുന്നു, അല്ലെങ്കിൽ RSSുകാരാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. അതൊരു വസ്തുതയാണ്. 79-ൽ കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 4 മണ്ഡലം: കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഈ ചർച്ച സജീവമാകുന്നത്. അന്നാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം വരുന്നത്, ഞങ്ങൾക്ക് RSS വോട്ട് വേണ്ട എന്നാണോ അത്തരമൊരു ചർച്ച ഉയർന്നത് അന്ന്. അപ്പോഴേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് രൂപീകരിക്കപ്പെട്ടത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ്. അതിൽ RSSും ഇല്ല, അതിൽ BJP പിൽക്കാലത്താണല്ലോ വരും. BJPയും ഇല്ല, ജനസംഘവും ഇല്ല, ജനതാ പാർട്ടി മാത്രമാണ്. ജനതാ പാർട്ടിയോട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. RSS വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനത്തിന് ശേഷം RSSുമായി കടുത്ത ശത്രുത നിലനിന്ന ഘട്ടത്തിൽ ഈ 4 ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 77-ൽ പിണറായി എന്നൊക്കെ പറഞ്ഞു. പിണറായി ആദ്യമായിട്ട് 77-ലാണോ MLA ആവുന്നത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? പിണറായി ആദ്യമായി നിയമസഭയിലേക്ക് അംഗമാവുന്ന 77-ലാണോ? 7 കൊല്ലം മുമ്പ് 70-ലാണ്. ആരോടൊക്കെ മത്സരിച്ച്? ഈ കോൺഗ്രസിനോടും
ജനസംഘത്തോടും മത്സരിച്ച് അവരെ തോൽപ്പിച്ചിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. ആ കാലത്തുടനീളം കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും RSSും CPMഉം തമ്മിൽ കടുത്ത സംഘർഷങ്ങളും വലിയ തോതിൽ വാർത്തക്കിടയായിട്ടുള്ള സംഭവങ്ങൾ, കുഞ്ഞിരാമന്റെ കൊലപാതകം ഉൾപ്പെടെ നടക്കുന്ന ഒരു ഘട്ടമാണ്. അതാണ് എന്നും മറക്കരുത്. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രം വായിച്ചാൽ ബാക്കി അതിലില്ല. അതിനുശേഷം ഈ RSSും സ്വാധീനിക്കുന്നു ജനതാ പാർട്ടിയെ എന്ന വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായി ഇടതുപക്ഷം ബന്ധം വിച്ഛേദിച്ചു. 80-ൽ തെരഞ്ഞെടുപ്പ് വന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. 80-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ജനതാ പാർട്ടിയുമായി, ഏത് അപ്പോഴേക്ക് RSS സ്വാധീനമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ജനതാ പാർട്ടി, പണ്ടതില്ല, ആ ജനതാ പാർട്ടിയുമായി കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെട്ടു. ആ സഖ്യത്തിന്റെ കാസർഗോഡ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? ഈ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് മറന്നോ? 1980-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേരെന്താ? ആ പേര് O. രാജഗോപാലൻ എന്നാണ്. O. രാജഗോപാലിന് വോട്ട് പിടിച്ച് നടന്നവരാണ് കോൺഗ്രസ് എന്നോർത്ത് വെച്ചോളണം. ആ സമയത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ KG മാരാർ ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. പെരിങ്ങളം മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ RSSകാരൻ KG മാരാരെ പെരിങ്ങളത്ത് തോൽപ്പിച്ചയാളാണ് ഈ നിലത്തൂരിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി AK ശശീന്ദ്രൻ. അന്നും ഇന്നും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് എടക്കാട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് മുൻ KPCC പ്രസിഡന്റ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടല്ല, ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അന്ന് ചവറയിലും ഒറ്റപ്പാലത്തും RSSന്റെ നേതാക്കളാണ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചത്, കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അവരെ പരാജയപ്പെടുത്തിയവരാണ് ഇടതുപക്ഷം. അപ്പോൾ ഇതാണ് ഇവരാരോപിക്കുന്നതിലെ കാര്യം. ഞങ്ങൾ സഹകരിച്ചത് 77-ൽ ജനതാ പാർട്ടിയുമായിട്ടാണ്. എന്നാൽ അതേ ജനതാ പാർട്ടിയിൽ RSSന്റെ സ്വാധീനം പ്രകടമായി എന്ന് ആരോപിക്കപ്പെട്ട ഘട്ടത്തിൽ കോൺഗ്രസ് ആണ് കൂട്ടുകെട്ടുണ്ടാക്കിയത്. അന്ന് രാജഗോപാലും KG മാരാരും അവരുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥികളാണ്. EMSോ മറ്റാരെങ്കിലുമോ നിങ്ങൾ ഈ പറയുന്ന നേതാക്കന്മാരോടൊപ്പം ഇരുന്നിട്ടുള്ളത് 77-ൽ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുമ്പോഴാണ്. അത് അടർത്തി മാറ്റുമ്പോൾ 80-ലെ അവരുടെ മുന്നണി സ്ഥാനാർത്ഥിയാണ് ഈ മാരാർ എന്ന് മറന്നു വരുന്നത്. പിന്നെ മാരാർ എഴുതിയ ആത്മകഥയുണ്ടല്ലോ, അതെന്താ മറന്നുപോയി? മാരാരെഴുതിയ ആത്മകഥയിൽ ഒരധ്യായം പാഴായ പരീക്ഷണങ്ങളാണ്. അത് വായിച്ചാൽ എന്തായിരുന്നു കോൺഗ്രസും RSSും തമ്മിലുള്ള അന്തർധാര, രഹസ്യ ബാന്ധവം. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ പരസ്യമാണ്. പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമല്ല, അത് വസ്തുതയാണ്. പട്ടാമ്പിയും പാലക്കാടും ബേപ്പൂരും വടകരയും ഒക്കെ പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ രഹസ്യധാരണകളുടെ ആഴവും വ്യാപ്തിയും അത് ഈ KG മാരാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ KG മാരാരുടെ ചിത്രമൊക്കെ എടുത്ത സ്ഥിതിക്ക് അദ്ദേഹത്തെ വിശ്വാസമായിരിക്കുമല്ലോ. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ വിശദാംശങ്ങളും അതിലുണ്ട്. ഇനി അതൊക്കെ പോട്ടെ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സംഭാവനയല്ലേ 14 NDA സ്ഥാനാർത്ഥികൾ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP മുന്നണിയുടെ 14 സ്ഥാനാർത്ഥികൾ കോൺഗ്രസ് നൽകിയ സംഭാവനയാണ് സമീപ സമയത്ത്. ഇനി അതൊക്കെ പോട്ടെ. നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് NDA ഘടകകക്ഷിയായിട്ട് ഇപ്പൊ മാറിയിട്ടുള്ള 2020യുമായി ചേർന്നല്ലേ കോൺഗ്രസ് ഭരിക്കുന്നത്. എന്നിട്ട് ഡീലിനെ കുറിച്ച് പഠിപ്പിക്കാൻ വരിക. ആദ്യം NDA ഘടകകക്ഷിയുടെ പിന്തുണയോടെയുള്ള പഞ്ചായത്ത് ഭരണം അവസാനിപ്പിക്കാൻ പറ പ്രതിപക്ഷ നേതാവിന്. അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റത്തൂര് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും കൈപ്പത്തി അടയാളത്തിൽ ജയിച്ച കോൺഗ്രസ് നേതാവല്ലേ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്? താമര അടയാളത്തിൽ ജയിച്ച BJPയുടെ പിന്തുണയോടെ എത്രയിടത്ത്? ഞാൻ എറണാകുളം തൊട്ടടുത്ത് തൃശ്ശൂരും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും പ്രബലമായി നിൽക്കുന്ന RSS കോൺഗ്രസ് ഡീലിന്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ എന്തെങ്കിലും കഥകൾ പറയുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്.